അങ്ങനെ മൈക്കിൾ ഈ ഫാമിലിയിൽ കയറി പറ്റുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഹാരിറ്റിന്റെ പഴയൊരു നോട്ട് ബുക്ക് ഇയാൾക്ക് കിട്ടുന്നത്. അതില് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള 5 നെയിംസും നമ്പേഴ്സും കാണുന്നുണ്ട്. ഇതെന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ ഒരു കേസിന്റെ പിന്നിൽ വലിയൊരു മിസ്റ്ററി ഉണ്ടെന്ന് മൈക്കിൾ റിയലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോയർ ആയിട്ടുള്ള ഫ്രോഡിനോട് തനിക്ക് സഹായത്തിന് ആരെങ്കിലും വേണമെന്ന് പറയാണ്. അങ്ങനെ അയാളാണ് ലിസ്ബത്തിനെ മൈക്കിളിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു നോവലിന്റെ ആദ്യ ഭാഗം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതിന്റെ കാരണം വാങ്ങർ കുടുംബത്തിലെ ചരിത്രവും കോർപ്പറേറ്റ് ലോകത്തിലെ തട്ടിപ്പുകളൊക്കെ വിശദീകരിക്കാൻ വല്ലാതെ സമയം എടുക്കുന്നുണ്ട്. അത് ചില സമയത്തൊക്കെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ മൈക്കിളും ലിസബത്തും ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കേസും കൂടി അന്വേഷിക്കുന്നതോടെ കഥയുടെ ഗതി തന്നെ മാറാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിങ്ങനെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലിംഗ് അനുഭവമാണ് ഈ ഒരു നോവൽ സമ്മാനിക്കുന്നത്. ഈ 5 നെയിംസും നമ്പേഴ്സും കൊണ്ട് ഹാരിറ്റ് എന്താണ് ഉദ്ദേശിച്ചത്? ഹാരിറ്റിന്റെ തിരോധാനത്തിന്റെ പേരിലെ കാരണം കണ്ടെത്താൻ മൈക്കിളും എലിസബത്തിനും കഴിയും. വാങ്ങർ ഫാമിലിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുരൂഹതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു അടിപൊളി ത്രില്ലർ പുസ്തകമാണിത്. ഇതുപോലുള്ള ഡാർക്ക് ത്രില്ലർ ജനറൽപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.